പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കൊപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അന്ധന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായ, നമുക്ക് ഒരു ചിത്രത്തിലെന്ന പോലെ കാണാവുന്ന ഒരു സുവിശേഷ ഭാഗം. മർക്കോസ് സുവിശേഷകൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. മർക്കോസ് എഴുതിയ സംഭവങ്ങൾ മുഴുവനും, വിവരിച്ച സംഭവങ്ങൾ മുഴുവനും നമുക്ക് നമ്മുടെ മനസ്സിൽ അത്ര വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് മർക്കോസ് സുവിശേഷം നല്ല രീതിയിൽ കഥ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ സുവിശേഷം ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഈശോ നമുക്ക് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അന്ധന്മാരെ നമ്മിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വചനം കേൾക്കുന്നവരിൽ ഭൂരിഭാഗം പേരും കാഴ്ചയുള്ളവരാണ് എന്ന് വിശ്വസിക്കട്ടെ. ഇനി കാഴ്ചയില്ലാത്തവരായാലും അവരുടെ ലോകത്തേക്ക് നമുക്ക് കാഴ്ചയുള്ളവർക്കൊന്ന് കടന്നു ചെല്ലുവാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ഈ കണ്ണ് മൂടിക്കെട്ടി അല്പസമയമെങ്കിലും നടക്കാനോ ഒക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ കണ്ണ് കെട്ടിയുള്ള കളികളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് പലപ്പോഴും കണ്ണ് കെട്ടിയുള്ള, കണ്ണ് പൊത്തിയുള്ള കളികളൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞങ്ങളുടെ ഞാൻ സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് ഒരു വാർഷിക ധ്യാനത്തിന് ധ്യാനിപ്പിക്കാൻ വന്ന ഒരു വൈദികൻ ഞങ്ങൾക്ക്, ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എക്സസൈസ് നൽകുകയുണ്ടായി. ഞങ്ങളെ രണ്ട് പേര് വീതമുള്ള ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിൽ ഒരാൾ മറ്റൊരാളുടെ കണ്ണ് കെട്ടും. എന്നിട്ട് ഈ കാഴ്ച അപ്പോൾ മൂടപ്പെട്ട ആ വ്യക്തിയെ കൂടെയുള്ള കൂട്ടുകാരൻ കരം പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുറ്റത്തും ഈ ടെറസിൻ്റെ മുകളിലേക്കും അവന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ടുപോയി നടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ച് വന്നതിന് ശേഷം, കെട്ടുകൾ അഴിച്ചതിന് ശേഷം എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനായിട്ട് പറയും. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണത്. എന്തുറപ്പിലാണ് കണ്ണ് കാണാത്തപ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ പോയത്? അപ്പോൾ പറയുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് പ്രകാരമാണ്, എൻ്റെ കൂടെയുള്ള വ്യക്തി, ആ വ്യക്തി എന്നെ വഴി നടത്തും എന്നുള്ള ഒരു ഉറപ്പ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ കൂട്ടുകാരൻ ഇപ്പോൾ പറയുതേ, ഒരു അടുത്ത ചവിട്ടുപടി വരുന്നുണ്ട്, നോക്കി കേഴുക, കാല് ഉയർത്തി വയ്ക്കുക, ഇത് ഇവിടുത്തെ ഒരു കുഴിയാണ്, ഒന്ന് നോക്കി ഇറങ്ങണേ, ഇത് ഇടതുവശമാണ്, ഇടത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിയുക. ഒരാൾ ഗൈഡ് ചെയ്യാനായിട്ട് ഉള്ളത് എത്രയോ മനോഹരമാണ്. ഈശോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധയാചകൻ്റെ ഈ ഉപമയൊക്കെ അല്ലെങ്കിൽ ഒരു സംഭവമൊക്കെ നമുക്ക് മുമ്പിൽ വച്ചിട്ട് എപ്പോഴും പറയുന്ന, നമ്മോട് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാഴ്ച മങ്ങപ്പെട്ടവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ വളരെ മനോഹരമായൊരു വചനമാണ്. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഞാൻ ഈ സുവിശേഷ ഭാഗം എപ്പോഴൊക്കെ വായിച്ചോ, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ അന്ധയാചകൻ, അവന് പേരുണ്ട്, ബർത്തിമേയൂസ് എന്നാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ സുവിശേഷ ഭാഗത്തിൽ പറയുന്നത് 2 അന്ധയാചകരിരുന്നു എന്നാണ്. എന്നാൽ ലൂക്ക ഒരു അന്ധയാചകനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷവും സമാനമായൊരു സുവിശേഷം പറയുന്നുണ്ട്. ആ പേരൊന്നും പറയുന്നില്ല. അവനോട് സീലോഹായിൽ പോയി കഴുകാനായിട്ടാണ് പറയുന്നത് 9-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. പക്ഷേ ഈശോ പറയുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ കാഴ്ചയില്ല എന്ന് കരുതപ്പെടുന്ന വ്യക്തികൾക്ക് കാഴ്ചയും
കാഴ്ചയുണ്ട് എന്ന് കരുതപ്പെടുന്ന വ്യക്തികൾക്ക് കാഴ്ച ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളും ഈ ലോകവും അന്നും എന്നും എന്നും കടന്നു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമാനമായൊരു സംഭവം പറഞ്ഞിട്ട് ഈ സുവിശേഷത്തിൻ്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഞാൻ വയനാട്ടിൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ അവിടുത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരു ദേവസി ചേട്ടനുണ്ട്. അദ്ദേഹം ലോട്ടറി വിൽപ്പനയുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ക്ഷണിക്കാനായിട്ട് വന്നത് ഇന്നും ഒരു കുളിർമയുള്ള ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കുകയാണ്. അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കൂടിയാണ്. ഭാര്യ കൈ പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന് ഭാര്യയും ഈ ചേട്ടായിയും കൂടെ മകളുടെ വിവാഹം ക്ഷണിക്കുകയാണ്. മകൾ വിവാഹം ക്ഷണിച്ച് ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ വരാം, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അവരെ തിരിച്ച് യാത്രയാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നുപോയൊരു ചിന്ത എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ അന്ധനായ വ്യക്തി, കണ്ണ് കാണാത്ത ഈ ഒരു വ്യക്തി സ്വന്തം ജീവിത പങ്കാളിയെ കണ്ടിട്ടുണ്ടാകുമോ? മകളെ കണ്ടിട്ടുണ്ടാകുമോ? മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആ വരനെ കണ്ടിട്ടുണ്ടാകുമോ? എന്നെ കണ്ടിട്ടുണ്ടാകുമോ? കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കണ്ട കാഴ്ചയായിരിക്കും ഏറ്റവും മനോഹരമായ കാഴ്ച, അല്ലേ? അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം എങ്ങനെയാണ് കണ്ടു കാണുക? അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പിക്ചറുണ്ട്. ആ പിക്ചറിൽ അദ്ദേഹം തൻ്റെ ഭാര്യയെ കാണുന്നു. അദ്ദേഹത്തിന് മക്കൾ ജനിക്കുന്നു. അദ്ദേഹം തൻ്റെ മക്കളെ സ്പർശിച്ച് ആ മക്കളെ കാണുന്നു. അദ്ദേഹം റോഡിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. റോഡ് അദ്ദേഹം കാണുന്നു. വാഹനങ്ങളുടെ സ്വരം കേൾക്കുമ്പോൾ ഏത് വാഹനമാണ് പോകുന്നതെന്ന് അദ്ദേഹം കാണുന്നു. ഒരു അച്ഛൻ്റെ അടുത്ത്, ജൻസൺ എന്ന് പറയുന്ന ഈ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ അച്ഛൻ്റെ ശബ്ദത്തിലൂടെ അദ്ദേഹം എന്നെ കാണുന്നു, തിരിച്ചറിയുന്നു. സ്നേഹമുള്ളവർ, എത്ര മനോഹരമാണ്! അദ്ദേഹം കണ്ട എത്ര കാഴ്ചകളൊന്നും ഒരു പക്ഷേ നമ്മളാരും കണ്ടിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മളെ ഈശോ വിളിക്കുന്നത് യഥാർത്ഥമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് ഈ ലോകത്തിൽ തരാൻ വേണ്ടിയിട്ടാണ്. ഈ അന്ധന്മാരെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ ഒരു സുവിശേഷം, ഒരു സദ്വാർത്ത നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്. ഒന്നാമത്തെ ഒരാശയം പങ്കുവയ്ക്കട്ടെ സ്നേഹമുള്ളവരെ. ഇവിടെ ഈ അന്ധൻ എങ്ങനെ ഈശോയെ തിരിച്ചറിഞ്ഞു? വളരെ വ്യക്തമായിട്ട് സുവിശേഷം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. ഇവൻ വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം കേട്ടു. അവൻ അന്വേഷിച്ച് ആരാണ് പോകുന്നത്? നസ്രായനായ യേശു ആണ് പോകുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഇവൻ പിന്നെ അലറി വിളിക്കുകയാണ്. എന്താണ്? ഈ യേശുവിനെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. യേശു ആരാണെന്ന് അവൻ ഈ കണ്ണുകൊണ്ട്, അവൻ്റെ അകക്കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ കൂട്ടത്തിൽ നസറായനായ യേശുവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചത് കാഴ്ചയുള്ളവരാരുമല്ല, കാഴ്ചയില്ലാത്ത ഈ ഒരു വ്യക്തി. ആലോചിച്ച് നോക്കണേ. എന്നെ എപ്പോഴും അതിശയപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ വഴിയോരത്ത് മുടന്തന്മാർ ഇരിപ്പുണ്ടായിരിക്കാം, വഴിയോരത്ത് മറ്റു പലരും ഉണ്ടായിരിക്കാം. ഈശോയുടെ ഒപ്പം മറ്റു പലരും നടന്നിട്ടും ഇത്ര വ്യക്തമായിട്ട് ഇവനാണ് ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് രക്ഷകനായി പ്രവാചകന്മാർ പ്രവചിച്ച് ഈ കാലഘട്ടത്തിൽ വന്ന് ജനിച്ച ഇവൻ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുവാനായിട്ട് കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ്റെ വിശ്വാസ കണ്ണുകൊണ്ട് അവൻ കണ്ട കാഴ്ച എത്ര മനോഹരമാണ് സ്നേഹമുള്ളവരെ. കണ്ണുണ്ടായവരെല്ലാവരും അന്ധരായി മാറിയപ്പോൾ കാഴ്ചയില്ലാത്ത ഈ ഒരു വ്യക്തിക്ക് ഉൾക്കാഴ്ച കൊണ്ട് അവൻ തിരിച്ചറിയാണ് ഇവനാണ് ദാവീദിൻ്റെ പുത്രൻ എന്ന്. എത്ര സത്യസന്ധമായിട്ട് അവൻ പ്രഘോഷിക്കുകയാണ്. അതൊരു സുവിശേഷ പ്രഘോഷണമാണ്. ഈശോയെ, നിന്നെ ഞാൻ എൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു. മറ്റെല്ലാവരും അവനോട് നിശബ്ദരായിരിക്കും എന്ന് പറയുന്നുണ്ട്. നിശബ്ദരായിരിക്കുക എന്ന് പറയുമ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയണേ. അപ്പം കാഴ്ചയുള്ളവർ ഇവനെ നിശബ്ദനാക്കാൻ പരിശ്രമിക്കുമ്പോൾ കാഴ്ചയില്ല എന്ന് കരുതപ്പെട്ട ഇവൻ കൂടുതൽ പ്രകാശമുള്ളവനായിട്ട് മാറുകയാണ്. എത്ര മനോഹരമാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ഈശോ വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷത്തിൽ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ പറയുന്നത് പ്രകാരമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് ഭൗതികമായ നേത്രങ്ങളുടെ ആവശ്യമില്ല സ്നേഹമുള്ളവരെ. പലപ്പോഴും ഈശോ രക്ഷകനാണെന്ന് പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ ആത്മീയമായ വിളക്കുകളാണ് തെളിക്കപ്പെടേണ്ടത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനത്തിൽ കർത്താവ് ഒരു താക്കീത് എന്നുവേണം പറയുന്നുണ്ടല്ലോ, നിന്നിലെ പ്രകാശം അന്ധകാരമായാൽ ആ അന്ധകാരം എത്ര വലുതായിരിക്കും. എന്താണ് പ്രകാശം?
എന്നിൽ ഈശോ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു പ്രകാശമുണ്ട്. അതായത് ഈശോയാണ് എൻ്റെ ദൈവം, എൻ്റെ സർവസ്വവും. ആ പ്രകാശത്തെ പ്രഘോഷിക്കാൻ പറ്റാത്തത്ര അന്ധകാരം എന്നിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേട്ടം? ഈശോയെ സത്യസന്ധമായി വിളിച്ചോതുവാനായിട്ട് തടസ്സം നിൽക്കുന്നത് എന്തും പ്രകാശത്തിനെതിരാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് വചനപ്രഘോഷകരുടെയും കേട്ടൊരു സംഭവമാണ്. ഈ വർഷം ക്രിക്കറ്റിൻ്റെ വിമൻസ് വേൾഡ് കപ്പിൽ അതിൻ്റെ സെമി ഫൈനലിൽ 127 റൺസ് അടിച്ച ജമീമ റോദ്രിഗസിൻ്റെ ഒരു സാക്ഷ്യം. അക്ഷീണം, അവളിങ്ങനെ ക്ഷീണിതമായിട്ട് പോലും ഇങ്ങനെ പൊരുതി ഒറ്റയ്ക്ക് നേടിയൊരു വിജയത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചതാണ്. അതിനുശേഷം അവളോട് ചോദിച്ചു, 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. നിൻ്റെ വിജയത്തിന് പിന്നിൽ ആരാണ്? നിനക്ക് ഇപ്പോൾ വിജയിച്ചപ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? നിനക്കതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു? അപ്പോൾ അവൾ പറഞ്ഞ ഒരു വചനം, പറഞ്ഞൊരു സദ്വാർത്ത എന്ന് പറയുന്നത് ഓൾ ഗ്ലോറി ടു ജീസസ്. അവളങ്ങനെ പ്രഘോഷിക്കുവാനായിട്ട് അവൾക്ക് ധൈര്യം കിട്ടിയെന്നുള്ളതാണ്. ഞാനിത് നേരിട്ട് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും നമ്മൾ അറിയാതെ തന്നെ വിശ്വാസമുള്ള ഏതൊരു വ്യക്തിയും കോരിത്തെറിച്ചു പോകും. മാത്രമല്ല, ദൈവമേ എന്ത് ആഴത്തിലുള്ള വിശ്വാസമാണ് ആ മകൾക്ക് ലഭിച്ചത്. ഞാൻ യേശുവിനാണ് നന്ദി പറയുന്നത്, ആദ്യമായിട്ട് യേശുവിനാണ്. യേശു ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് സാധിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ കളി കണ്ടപ്പോഴും ഓർത്തു അവളിരുന്ന് പിറുപിറുക്കുന്നുണ്ട്, പലപ്പോഴും പിറുപിറുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോർത്തൊരു കാര്യമാണ്, ഈ കൊച്ചെന്താ പിറുപിറുക്കണേ? മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഒരു സെൽഫ് ബൂസ്റ്റിംഗ്. നമുക്ക് നമ്മോട് തന്നെ പറയാം. എന്താണ് പറയണേ? നമുക്കൊരു ഭയം വരുന്ന സമയത്ത് സാരമില്ല കേട്ടോ, പേടിക്കണ്ട എന്നൊക്കെ പറയാമെന്നുള്ള രീതിയിൽ മനഃശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷേ ഇവളോട് ചോദിച്ചു, ഈ കളി മുൻപോട്ട് പോയപ്പോൾ പലപ്പോഴും നീ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇൻ്റർവ്യൂവിൽ മറ്റ് പല വേദികളിലും അവളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ പ്രകാരമാണ്, ഒരു കളിയുടെ ആദ്യ ഓവറുകളിലൊക്കെ എനിക്ക് എന്നിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് തോന്നി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ ശക്തി, എൻ്റെ ബലം ക്ഷയിച്ചു പോകുന്നു, ചോർന്നു പോകുന്ന അവസരങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന്, അല്ലെങ്കിൽ കളിക്കിടയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും റണ്ണെടുക്കാൻ ഓടുമ്പോഴുമൊക്കെ ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുകയായിരുന്നു. പുറപ്പാട് 14:14 വചനം ഞാൻ പറയായിരുന്നു, ബി സ്റ്റിൽ ആൻഡ് ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ വചനം ഇങ്ങനെ ആവർത്തിക്കുകയായിരുന്നു. എന്തുമാത്രം ഉൾക്കാഴ്ച! ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് ലോകത്തിൻ്റെ അഭ്രമാളികളിലേക്ക്, ഉന്നതികളിലേക്ക് ഉയർത്തപ്പെട്ട ഒരുപാട് പേരുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവർ യേശു 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 എന്ന് പറയും. പക്ഷെ പിന്നീട് പ്രശസ്തിയും കീർത്തിയും ഒക്കെ വന്നു കഴിയുമ്പോൾ അവരിൽ തന്നെ ഒരു ആശ്രയം കണ്ടെത്താനും അവരിൽ തന്നെ അവരാണെല്ലാം എന്ന് ഒന്ന് കാണുവാനുമൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ, ഞാനാണ് എല്ലാ ഉയർച്ചയ്ക്കും കാരണം, എൻ്റെ കഴിവാണ് എന്ന് പറയുമ്പോൾ യേശു എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും മറക്കുന്നവർക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ടാണ് ജമീമ റോദ്രിഗസ് വന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കാഴ്ചയില്ലാത്ത അന്ധൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ലോകത്തോടാണ് ജമീമ വിളിച്ചു പറഞ്ഞത്. ലോകത്തോട് വിളിച്ചു പറഞ്ഞു യേശുവാണ്. വരും കാലഘട്ടങ്ങളിൽ അതിൻ്റെ പേരിൽ ഒരു പക്ഷേ അവൾക്ക് ചിലപ്പോൾ ചാൻസുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതിനു മുൻപ്, ലോകകപ്പിന് മുൻപ് പലപ്പോഴും ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ അവൾ തിരസ്കരിക്കപ്പെട്ടിരുന്നു, അവഗണിക്കപ്പെട്ടിരുന്നു, കുടുംബത്തിന് അവഹേളനം ഏൽക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ആ ലോകകപ്പിൻ്റെ സെമി ഫൈനൽ വേദിയിൽ ആ അവാർഡ് ദാന ചടങ്ങിൽ ഇവള് കരഞ്ഞു വിങ്ങിപ്പൊട്ടുവാണ്. കർത്താവിന് ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ, ജീസസ് എന്ന് പറയുമ്പോൾ വിങ്ങിപ്പൊട്ടുവാണ്. എന്നിട്ട് ഇവൾക്ക് ആ ഈശോയെ പഠിപ്പിച്ചു കൊടുത്ത അപ്പന് മുമ്പിൽ കരം കൂപ്പുന്നുണ്ട്, അപ്പനെ വാരി പുണരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കാഴ്ചയില്ലാത്തവർ കാണും, കാഴ്ചയുള്ളവർക്ക് കാഴ്ച മങ്ങും എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ്. ക്രിസ്തുമത വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന പലരും ഇന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ മറക്കുമ്പോൾ, ഒരുപക്ഷെ ചെറിയ അനുഭവം കൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കിയവർ വിളിച്ചോതുകയാണ് യേശുവിൻ്റെ ഏകരക്ഷകനെന്ന്. അതുതന്നെയാണ് ഇവിടെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. വഴിയോരത്തിരുന്ന് അന്ധയാചകൻ അവൻ കാൽ പെരുമാറ്റം കൊണ്ട് പോകുന്നത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയും. ചിലപ്പോൾ ഇത് കന്നുകാലിയാണോ അല്ലെങ്കിൽ വാഹനമാണോ എന്ന് തിരിച്ചറിയുന്ന അവൻ പോകുന്നത് യേശുവാണെന്നറിഞ്ഞപ്പോൾ അവൻ മറ്റാരും വിളിച്ചു പറയാത്തൊരു സത്യം പ്രഘോഷിക്കുകയാണ്. നസ്രായനായ യേശുവേ, ദാവീദിൻ്റെ പുത്ര,
എന്നിൽ കനിയണമേ. മറ്റു പലരും ഇവനോടൊപ്പം പ്രഘോഷിക്കാനോ ഇവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനോ ഒന്നും പ്രയത്നിക്കാതിരുന്നപ്പോൾ, ഇവനെ ശകാരിച്ച് നീ മിണ്ടരുത്, ശബ്ദിക്കരുതെന്ന് പറഞ്ഞപ്പോഴും അവൻ കൂടുതൽ ഉച്ചത്തിൽ ശബ്ദിക്കുകയാണ്. അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, വിശ്വാസം ആഴത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും നിശബ്ദനായിരിക്കാൻ സാധിക്കുകയില്ല. അവൻ ഏതൊരവസരത്തിലും പ്രഘോഷിക്കും. നമുക്ക് പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാൻ വളരെ നാണമല്ലേ? ചിലപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഒരു ദേവാലയം കൊണ്ടൊന്ന് കുരിശു വരയ്ക്കുവാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഭക്ഷണശാലയിൽ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കും, ചുറ്റുപാടും നോക്കിയിട്ട് ആരുമില്ലെന്നറിയുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇതൊന്നുമല്ല, എൻ്റെ വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് എന്താണ് എനിക്ക് തടസ്സമായി നിൽക്കുന്നത്? അത് ഒരു ആത്മീയ അന്ധതയാണേ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു വലിയ സത്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവൻ്റെ പ്രഘോഷണം കേട്ടിട്ട്, ഇവൻ്റെ നിലവിളി കേട്ട് യേശു ആളയച്ച് അവനെ വിളിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 49-ാമത്തെ തിരുവചന പ്രകാരം പറയുന്നു, യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അവനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസം ആഴത്തിൽ പ്രഘോഷിക്കുന്നവനോട് യേശുവിൻ്റെ ദൂതാണ് ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക. അവൻ്റെ ആ മനസ്സിൽ അവനിങ്ങനെ കണ്ണീരോടുകൂടിയൊക്കെ നിലവിളിക്കുമ്പോൾ, ദൈവമേ, യേശു എൻ്റെ മുൻപിൽ നിൽക്കുമോ എന്നുള്ളൊരു ഭയം അവനുണ്ടായിരുന്നിരിക്കാം. ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത്, യേശു ഒരു പക്ഷേ അവിടെ നിന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിലോ, ഈ അന്ധയാചകൻ അവൻ്റെ മനസ്സിൽ കണ്ട കാഴ്ചയാണ്. പാവപ്പെട്ടവരോട്, അഗതികളോട്, ദരിദ്രരോട്, മുടന്തരോട് ഒക്കെ കരുണ കാണിക്കുന്ന ഈശോ ഇതാ പോകുന്നു, ഞാൻ വിളിച്ചാൽ അവനെ നിൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ തന്നെയാണ് അവൻ വിളിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള വിശ്വാസത്തിന് മുൻപിൽ ഈശോ നമുക്ക് മുൻപിലും നിൽക്കും. നമുക്ക് മുമ്പിൽ സന്തോഷമായി വരും, രോഗസൗഖ്യമായി വരും, ധൈര്യമായി വരും. അതാണ് രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ച. എല്ലാവരും നിശബ്ദരായിരിക്കാൻ പറഞ്ഞിട്ടും ഇവൻ ഈശോയെ, ദാവീദിൻ്റെ പുത്ര എന്ന് നിലവിളിച്ചതിൻ്റെ ഫലമായി ഈശോ നിൽക്കുന്നു. പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ നമ്മുടെ ചാരെ കൊണ്ടുവരുവാനുള്ളൊരു ഉപാധിയാണ്. യഥാർത്ഥമായ വിശ്വാസി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒറീസായിലൊരു സിസ്റ്റർ ആ സിസ്റ്റർ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോൾ സിസ്റ്റർ പറയുന്നത് പ്രകാരമാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ കാല് പിടിച്ച് പ്രാർത്ഥിക്കും. ഈ കാല് പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം വഴിമാറിപ്പോകുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു വ്യക്തി, അന്ധനായ വ്യക്തി, ഇങ്ങനെ ഇതുപോലെ ഈശോയിനെ ഇങ്ങനെ നിലവിളിച്ചപ്പോൾ ഈശോ അവന് മുമ്പിൽ നിന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ പല പ്രാർത്ഥനകൾക്ക് മുൻപിൽ, നമ്മുടെ പല വിശ്വാസ പ്രഘോഷണങ്ങൾക്ക് മുൻപിൽ, ആവശ്യങ്ങൾക്ക് മുൻപിൽ ഒരുപക്ഷെ ഈശോ നമ്മുടെ ചാരെ വന്ന് നിൽക്കാത്തതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ ആഴം കുറഞ്ഞതുകൊണ്ടാണോ? ചിന്തിച്ചു നോക്കൂ, നല്ലതാണ്. ഈശോയുടെ ദൂത്, അവന് ലഭിച്ച ദൂത്, അവൻ്റെ ഈശോയുടെ കൂടെ നടന്നവർ അവനോട് ചെന്ന് പറയുന്ന ആദ്യത്തെ ദൂത് ഇതാണ്, സന്ദേശം ഇതാണ്, ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാകട്ടെ, രണ്ടാമത് ഒരു സന്ദേശമായിട്ട് ഈശോ നമ്മളോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം കണ്ടിട്ട് ഞാൻ നിന്നെ ഇതാ വിളിക്കുന്നു. ഇനി നീ അലറേണ്ട ആവശ്യമില്ല, ഇനി നീ കരയേണ്ട ആവശ്യമില്ല. നിൻ്റെ കണ്ണീരൊപ്പാൻ, നിൻ്റെ ചാരെ, നിൻ്റെ വിശ്വാസം കണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവൻ സന്തോഷം കൊണ്ട്, മൂന്നാമത്തെ ഒരു ആശയമായിട്ട് പറയും, ഇവൻ സന്തോഷം കൊണ്ട് കുതിച്ചു ചാടുകയാണ്. സ്നേഹമുള്ളവരെ, യേശു എൻ്റെ കൂടെയുണ്ട് എന്നറിഞ്ഞപ്പോൾ കാഴ്ച കിട്ടാതെ തന്നെ അവനിൽ ആനന്ദം വന്നു. ഇതാണ് മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ഒരുപക്ഷെ മരണക്കിടക്കയിൽ, നമ്മൾ തളർന്നു കിടക്കുന്ന നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ രോഗക്കിടക്കയിൽ, നമ്മുടെ ആശുപത്രികളിൽ, നമ്മുടെ വാഹനങ്ങളിൽ, നമ്മുടെ ഭയത്തിൻ്റെ ഒക്കെ ഒപ്പം യേശു ഉണ്ട് എന്നറിയുമ്പോൾ ഇത് മാറുന്നതിന് മുൻപേ അവന് സന്തോഷമാണ്. ഇത് മാറുന്നതിന് മുൻപേ. അതാണ് ഏറ്റവും അതിശയകരമായ, ഈ സുവിശേഷത്തിലെ ഏറ്റവും അതിശയകരമായൊരു കാര്യമെന്ന് പറയുന്നത്, യേശു എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പുറങ്കുപ്പായം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. സൗഖ്യം കിട്ടാത്തവൻ യേശുവിനെ കണ്ടു, യേശു എന്നെ വിളിക്കുന്നു. അതായത് എന്താണ് അർത്ഥം എന്ന് പറയുന്നത്? ഈശോ ഉണ്ട് എന്നുണ്ടെങ്കിൽ
അവൻ അകക്കണ്ണുകൊണ്ട് ഈശോയെ കണ്ടു, ഈശോ എന്നെ വിളിക്കുന്നു എന്നുള്ള വാക്ക് തന്നെ, ആ വാക്കാൽ തന്നെ അവൻ ഈശോയെ കണ്ടു. യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് അവൻ്റെ വിശ്വാസം ജ്വലിക്കുന്നത് പോലെ തോന്നി. സ്നേഹമുള്ളവരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ വിശ്വസിക്കുന്നവന് ഈശോയെ സ്തുതിക്കുവാനായിട്ട് അവൻ ചോദിച്ച കാര്യങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പ് മതി. ഈശോ ഒപ്പമുണ്ട് എന്നുള്ളൊരു വിശ്വാസം മതി. നല്ല ആഴത്തിലുള്ള നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത് ഞാൻ ചോദിച്ച കാര്യം ലഭിച്ചതിന് ശേഷം മാത്രമേ കർത്താവിനോടൊപ്പമുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. എനിക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാരണം അതാ. ഇവിടെ ഇതാ യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവനിൽ വലിയൊരു ആനന്ദം. സ്നേഹമുള്ളവരെ, എന്നെ ശ്രവിക്കുന്നവരെ, നമ്മളിപ്പോൾ ഏത് ജീവിതാവസ്ഥയിലായാലും ഒരുപക്ഷെ നമ്മൾ അലട്ടുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ യേശു ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കുക. എന്നിട്ട് യേശു നൽകുന്ന ആ സന്തോഷം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധ കുർബാനകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് എത്ര ആവർത്തി പരിശുദ്ധ കുർബാനകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ടും കുർബാനയിലൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴും മ്ലാനവതരായിട്ടല്ലേ നമ്മൾ പലപ്പോഴും പോകുന്നത്. ഈശോ നമുക്ക് സമാധാനവും ശാന്തിയും നൽകുന്നുണ്ട്. ഇനി അവസാനത്തെ ഒരാശയം പറഞ്ഞ് നമുക്ക് ഈ ഒരു ലഘുചിന്ത അവസാനിപ്പിക്കാം. ഈശോ അവനോട് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവായ യേശുവേ, എനിക്ക് എന്ത് വേണം? കാഴ്ച മതി. അവന് കാഴ്ച വീണ്ടും കിട്ടി, കാഴ്ച കൊടുത്തു. എന്നിട്ട് യേശു പറയാണ്, പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അവന് കാഴ്ച ലഭിക്കുകയാണ്. നിൻ്റെ വിശ്വാസം ഇവനെ രക്ഷിച്ചിരിക്കുന്നു. അതായത് ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിലാണ് ഒരു വ്യക്തി കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും ധൈര്യമുള്ളവനും ഭീതിയുള്ളവനുമായിട്ട് മാറുന്നത്. ഇതാണ് വിശ്വാസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു വ്യക്തി യഥാർത്ഥമായ വിശ്വാസമുള്ള വ്യക്തിയാണോ, അവന് അഗ്നിയിൽ വീണാലും അവന് പൊള്ളലേൽക്കുകയില്ല. അവൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവന് ഭയമുണ്ടാവുകയില്ല. ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ഇവനോട് പറയുന്നത് പ്രകാരമാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എത്ര മനോഹരമായത്! സ്നേഹമുള്ളവർ, നമ്മുടെ വിശ്വാസം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നുണ്ടോ? ചിന്തിച്ച് നോക്കാം. നമുക്ക് ഈ ചിന്തകളൊന്ന് അവസാനിപ്പിക്കാം. ഒന്ന് കരങ്ങൾ കൂപ്പി നമ്മുടെ മിഴികളടയ്ക്കാം. കർത്താവായ യേശുവേ, അന്ധയാചകൻ അങ്ങയെ കാഴ്ച ലഭിക്കുന്നതിന് മുൻപേ കണ്ടതുപോലെ, അങ്ങയെ പ്രഘോഷിച്ചതുപോലെ പ്രഘോഷിക്കുവാൻ വിളിച്ചോതുവാനുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ആഴത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയെ പ്രഘോഷിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.